യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. സഭ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാനും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനുമാണ് എന്ന് നമുക്ക് ഉത്തമമായ ബോധ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറകൾ, നമ്മുടെ സഭകൾ പഠിക്കേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം യേശുക്രിസ്തുവിന്റെ ആ ആദ്യത്തെ വരവോടുകൂടെ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. അതായത് ആത്മീയമായ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. അക്ഷരികമായിട്ടുള്ള ദൈവരാജ്യം വരുന്നതേയുള്ളൂ. അത് താമസം വിന നമുക്കത് കാണുവാനും അത് അനുഭവിക്കുവാനും സാധിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ തലമുറകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഭകളിലുള്ള ആളുകൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവരാജ്യം എന്താണ് എന്നുള്ളത്. വാസ്തവത്തിൽ കർത്താവ് എല്ലാവരും വിളിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. സഭ എന്നുള്ള വിഷയത്തിൽ പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്നത് സഭ ഒരു സംഘടനയാണ്. ഇന്ന് സംഘടനാ സംവിധാനങ്ങൾ സഭകളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. പക്ഷെ അപ്പോഴും അവിടെ ദൈവരാജ്യം മറയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയുണ്ടായല്ലോ. ദൈവരാജ്യം എന്ന് പറയുന്നത് കടുകുമണിയോളമാണ്. അത് ചെറുതാണ്, നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തെ നമുക്ക് അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കാണാൻ സാധിക്കത്തില്ല. ദൈവരാജ്യം ആത്മീയമായ ഒരു അനുഭവമാണെന്ന് നമുക്ക് ഉത്തമമായ ബോധ്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു പഠനം നമ്മെ അതിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രൂപമാണ്. അത് വളരെയധികം ദൈവരാജ്യ ഉപമകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കോസോ മത്തായോ രേഖപ്പെടുത്താത്തത് മർക്കോസ് എന്ന സുവിശേഷകൻ രേഖപ്പെടുത്തുകയുണ്ടായി. അതായത് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഉപമ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച് ഈ ഉപമയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. നോക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റു. നോക്കുക, ഇവിടെ ഒരു മനുഷ്യൻ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഈ ഒരു വാക്ക് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ധാരാളം ചിന്തകൾ കടന്നുപോയി. ഇവിടെ ഈ യേശു പറയുന്ന മനുഷ്യൻ ആരാണ്? ഒരു മനുഷ്യൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതിനർത്ഥം എന്തായിരിക്കാം? ആ ഒരു മനുഷ്യൻ നമ്മെ പ്രതിനിധീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മെക്കാളും കൂടുതലും ഈ ഒരു മനുഷ്യൻ എന്നത് പ്രതിനിധീകരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം വിത്ത് വിതയ്ക്കുന്നത് യേശുവാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ പങ്കാളിത്തം എന്താണ്? നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ കാണുന്നത് സുവിശേഷകന്മാർ പ്രസംഗിക്കുന്നത്, സുവിശേഷകന്മാർ വചനം സംസാരിക്കുന്നത്, ദൈവദാസന്മാരാൽ വചനം ഘോഷിക്കപ്പെടുന്നത്, ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തു കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞതായ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അത് കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാരെ ചുരുക്കം. ആയതിനാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൂടുതൽ വേലക്കാരെ കൊയ്ത്തിനായി വയലിലേക്ക് അയക്കണമെന്ന് കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ കൊയ്ത്തിന്റെ യജമാനൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേലക്കാരെ അയക്കുന്നത് ആരാ? കൊയ്ത്തിന്റെ യജമാനനായ യേശുവാണ് വേലക്കാരെ വയലിലേക്ക് ആക്കി വെക്കുന്നത്. ഇനി വേലക്കാരെന്താണ് ചെയ്യുന്നത്? കൊയ്ത്തിന്റെ യജമാനൻ, ആ കൊയ്ത്തിന്റെ യജമാനൻ പറയുന്നതായ വേലയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇറങ്ങി പറയാം, കൊയ്ത്തിന്റെ യജമാനനായ കർത്താവ് ചെയ്യേണ്ട വേല തൻ്റെ വേലക്കാരെ കൊണ്ട്, തൻ്റെ ദാസന്മാരെ കൊണ്ട് അവൻ ചെയ്യിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വേല കർത്താവിൻ്റെതാണ്, വേല കർത്താവിൻ്റെതാണ്. നമ്മളെ കർത്താവ് അതിൽ ഭാഗവാക്കാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രവൃത്തി യേശുവിൻ്റെ പ്രവൃത്തിയാണ്.
യേശുവിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം സുവിശേഷം പറയുന്നെങ്കിൽ, ദൈവവചനം പറയുന്നെങ്കിൽ, അത് നമ്മുടെ വേലയല്ല, നമ്മുടെ പ്രവൃത്തിയല്ല, അത് യേശുവിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ദിവ്യരാജ്യത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠമേറിയ രഹസ്യം എന്ന് പറയുന്നത്. അടുത്തത്, ഈ ഒരു മനുഷ്യൻ എന്താണ് ചെയ്തത്? അവൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം അവന്റെ കയ്യിൽ ഇരിക്കുന്നത് വിത്താണ്. വിത്ത് ദൈവത്തിന്റെ വചനമാണ് എന്ന് നമ്മൾ മുമ്പ് വിതക്കാരന്റെ ഉപമ പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായല്ലോ. കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് വിത്ത് ദൈവവചനത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറയുന്നത്. ഒരു വിത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിനൊരു പ്രകൃതമുണ്ട്. ആ പ്രകൃതം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണോ ആ വിത്ത് സൃഷ്ടിക്കപ്പെട്ടത്, മെനയപ്പെട്ടത്, ആ ഒരു പ്രവൃത്തിയായിരിക്കും ആ വിത്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, നമ്മൾ വിതയ്ക്കുന്നത് വിത്താണ്, ദൈവവചനമാണ്. ഇനി മറ്റൊരു വിശദീകരണത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായി വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. നോക്കണേ, ഈ വചനം എന്നുള്ള ആ ഒരു ചിന്തയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അത് കർത്താവായ യേശുക്രിസ്തുവിങ്കിലേക്കാണ് ഈ വചനം എത്തുന്നത്. നോക്കുക, ഈ വചനം നിത്യമായിട്ടുള്ള വചനമാണ്, എന്നേക്കും നിലനിൽക്കുന്നതായ വചനമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു. ഇത് സംബന്ധിച്ച് ഒരു വാക്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിച്ച ശേഷം നമ്മൾ ഇന്നത്തെ ഈ പ്രഭാത വചന ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ ഉപമയുടെ മറ്റു ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതാണ്. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, അവിടെ വചനം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ വചനവും. ദൈവത്തിന്റെ വചനം എവിടൊക്കെ വചനം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ സ്വർഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന വചനം എന്ന് പറയുമ്പോൾ അത് യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന വചനം യേശുവാണ്, യേശുവിന്റെ വചനമാണ്. അതുകൊണ്ട് തന്നെ ആ വചനത്തിൽ ജീവനുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ചിലർ ചോദിക്കാറുണ്ട്, വചനത്തിൽ ജീവനുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ റൈറ്റിംഗ്സിലും ജീവനില്ലേ? ഇല്ല, എല്ലാ റൈറ്റിംഗ്സിലും ജീവനില്ല, എല്ലാ എഴുത്തുകളിലും ജീവനില്ല. എന്തുകൊണ്ടെന്നാൽ ഈ വചനം, നമ്മൾ പ്രസംഗിക്കുന്ന ഈ വചനം റെപ്രസെന്റ് ചെയ്യുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. കേവലം പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ വചനം തന്നെ അവനാണ് എന്നുള്ളതായ വസ്തുതയാണ് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ പ്രയോഗങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. നോക്കൂ, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം, അതിനർത്ഥം ഇത് സഞ്ചരിക്കുന്ന വചനമാണ്, ഇത് യാത്ര ചെയ്യുന്ന വചനമാണ്, ഇത് ഐക്യപ്പെടുന്ന വചനമാണ്, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ. അപ്പോൾ അതിനർത്ഥം എന്താ? ഒരു മിഷൻ പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദൗത്യം ചെയ്തിട്ട് ഈ വചനം മടങ്ങി വരുന്ന വചനമാണ്. അതാണ് അതിന്റെ പ്രകൃതം എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ വചനം ദൈവത്തിന് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും അയച്ചതിന്റെ കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ വചനത്തിന്റെ നേച്ചർ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. നമ്മൾ പറയുന്ന സുവിശേഷം യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വചനത്തിന് ശക്തിയുള്ളത്. ലോകത്തിലെ എല്ലാ റൈറ്റിംഗ്സിലും ശക്തിയില്ല, ലോകത്തിലെ എല്ലാ എഴുത്തുകളിലും ശക്തിയില്ല. ഏക ശക്തിയുള്ള എഴുത്തെന്ന് പറയുന്നത് അത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയ എഴുത്തുകളാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, ഗോഡ് ബ്രീത്ത്ഡ് ആണ്, ദൈവം ശ്വസിച്ച വചനമാണ്. അങ്ങനെയാണെങ്കിൽ ആ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ യേശുക്രിസ്തു ഉള്ളിൽ വന്ന് വസിക്കുന്ന അതേ അനുഭവം ആ വ്യക്തിയിൽ ഉണ്ടാകുകയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ പുളിച്ച മാവ് പോലെ അത് സാവധാനം ആ അയച്ചതിന്റെ പ്രവൃത്തി ആ വ്യക്തിയിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനം അതിന്റെ പ്രവൃത്തി ചെയ്യുന്നത് വിശ്വാസത്തിന്റെ പരിണത ഫലമായിട്ടാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വചനമായി വെളിപ്പെട്ടപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം എന്താ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിനക്ക് ദൈവവചനമുണ്ട്, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം അയച്ചിട്ടുണ്ട്. പക്ഷെ നീ വിശ്വസിക്കുമെങ്കിൽ മാത്രമേ ഈ വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഇത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യമാണ്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം? അത് ഇവിടെ പറയപ്പെടുന്നതായ ഒരു മനുഷ്യൻ എന്നുള്ള അതിൻ്റെ രഹസ്യം, അത് യേശു ക്രിസ്തുവാണ് വചനം വിതയ്ക്കുന്നത്. അനേക ദൈവദാസന്മാർ നമ്മുടെ അടുക്കൽ വന്ന് ദൈവവചനം സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നേരിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് യേശുവിനാലാണ്, യേശുവാണ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നു മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കണം ഈ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യുമെന്നുള്ളത്. ഈ വചനം യേശുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുമ്പോൾ, ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, വചനം എന്തിനു വേണ്ടിയാണോ അയച്ചത് അതിൻ്റെ പ്രവൃത്തി വചനം ചെയ്യും. നമ്മൾ യെശയ്യാ പ്രവചനം 55 12 വാക്യമാണല്ലോ വായിച്ചത്. അവിടെ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്യവും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. So shall my word be that goes forth from my mouth. It shall not return to me void, but it shall accomplish what I please, and it shall prosper in the thing for which I sent. ഞാൻ ഏതൊരു കാര്യത്തിലേക്കാണോ ഈ വചനം അയച്ചത് അതിൽ എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇംഗ്ലീഷ് വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് വിഷയത്തിലാണോ ദൈവരാജ്യത്തിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിലേക്ക് കർത്താവ് യേശു താനും ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടെ നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ പർപ്പസ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിയോഗപ്രകാരം യേശുക്രിസ്തു നിയോഗിച്ചതായ ദൈവദാസന്മാർ ദൈവവചനം അറിയിക്കുമ്പോൾ അത് വചനം വിതയ്ക്കുന്നതിനോട് സാദൃശ്യവും എന്നു മാത്രമല്ല, ആ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മടങ്ങിപ്പോകത്തുള്ളൂ എന്നും, കർത്താവ് തൻ്റെ ഇഷ്ടം നമ്മളിൽ നിവർത്തിക്കുമെന്നും, പക്ഷേ ആയതിനു വേണ്ടിയെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിശ്വാസമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യവും നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇത് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ രഹസ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആത്മീക മർമ്മങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചും അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന മൂലം ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ആ വചനത്തിൻ്റെ നിറവിനും അനുഗ്രഹത്തിനും ഞങ്ങൾ പാത്രീഭൂതരാണ് എന്നുള്ള ആ വലിയ സന്ദേശം ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കൂടുതൽ ദൈവവചന പഠനത്തിനും ആത്മീയമായ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും ദയവായി ഞങ്ങളെ വിളിക്കുക. അടുത്ത ദിവസത്തെ പ്രഭാത വചന ധ്യാനത്തിന് വേണ്ടി കാത്തിരിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.